Hello guys, welcome back to the video. So, കുറച്ച് പേര് നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും കമന്റ് ബോക്സിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു 30,000 റുപ്പീസിന് താഴെ വരുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസും ക്യാമറ ക്വാളിറ്റിയൊക്കെ വെച്ച് വരുന്ന സ്മാർട്ട് ഫോൺസിൻ്റെ വീഡിയോ ഇടാവുന്നു. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 30,000 റുപ്പീസിന് താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺസ് ആണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, സൈഡ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊക്കെ ഇടുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ கொஞ்சம் വാറടിപ്പിക്കുക. നമുക്ക് നേരെ വീഡിയോ. ഇതിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടോയുടേതാണ്, മോട്ടോ H60 Pro. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. ഒരു കിടിലം പെർഫോമൻസും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും പിന്നെ അത്യാവശ്യം ഒരു നല്ല ബാറ്ററി കപ്പാസിറ്റിയും വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ கொஞ்சம் വാറടിപ്പിക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും പറയാം. അപ്പോൾ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120 Hzൻ്റെ 1.5K POLED കോഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്, അതായത് 4 സൈഡും കർവ് ചെയ്ത പരിപാടി. സോ കോഡ് കർവ്ഡ് ഡിസ്പ്ലേ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണും പരിഗണിക്കാവുന്നതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ MediaTekൻ്റെ Dimensity 8350 Extreme എന്ന് പറയുന്ന പ്രോസസ്സറാണ്. സോ ഏകദേശം ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് ഒക്കെ ആയിട്ട് വരും. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. OIS-ൻ്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ട്. പ്ലസ് 10 മെഗാപിക്സൽ പ്ലസ് 50 മെഗാപിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറയെന്നും ബാക്ക് ക്യാമറയെന്നും. സോ രണ്ട് ക്യാമറയിൽ 4K ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണും പരിഗണിക്കാവുന്നതാണ്. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6000 mAhൻ്റെ ഒരു ബാറ്ററിക്കാണ് കൊടുത്തിരിക്കുന്നത്. 90 വാട്ട്സിൻ്റെ ടർബോ പവർ ചാർജറാണ്. ഔട്ട് ഓഫ് ദി ബോക്സ് Android 15 വരുന്നത്. പിന്നെ 15 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ്ങും കിട്ടുന്നുണ്ട്. പിന്നെ LPDDR5X-ഉം UFS 4.0 കിട്ടുന്നുണ്ട്. പിന്നെ IP6869 സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ട്. സോ ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 8+ 256GB ROM വേരിയൻറ്റ് 29,799 രൂപയ്ക്കാണ് വരുന്നത്. പിന്നെ ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സാധനം 29,049 രൂപയ്ക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ അതൊരു വലിയ കുറവല്ലല്ലോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കുറവൊന്നും അല്ല, ചുമ്മാ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടേതാണ്, Realme GT70. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസിൽ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ, പിന്നെ അത്യാവശ്യം ഒരു നല്ല ബാറ്ററി കപ്പാസിറ്റി കിട്ടുന്ന ഒരു സ്മാർട്ട് ഫോൺ, അതൊക്കെയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ ക്വാളിറ്റി വീഡിയോ ക്വാളിറ്റി ഒക്കെ ഈ ഒരു സാധനത്തിലും കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് വരാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.8 ഇഞ്ചസിൻ്റെ 1.5K AMOLED ഡിസ്പ്ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. 120 Hzൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ MediaTekൻ്റെ Dimensity 8400 Max എന്ന് പറയുന്ന പ്രോസസ്സറാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു കിട്ടില്ല പെർഫോമൻസ് ഒക്കെ ഈ ഒരു സാധനത്തിലും കിട്ടും. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 8 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയും 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറയെന്നും ബാക്ക് ക്യാമറയെന്നും. സോ രണ്ട് ക്യാമറയിലും 4K വീഡിയോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണും പരിഗണിക്കാവുന്നതാണ്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 7000 mAhൻ്റെ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 120 വാട്ട്സിൻ്റെ സൂപ്പർ വോക്ക് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് Android 15 വരുന്നത്. പിന്നെ IP6869 സർട്ടിഫിക്കേഷൻ ഇവിടെയും കിട്ടുന്നുണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും പിന്നെ ഒരു കിടിലം പെർഫോമൻസും ഒരു കിടിലം ബാറ്ററി കപ്പാസിറ്റിയും ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു Realme GT70 പരിഗണിക്കാവുന്നതാണ്. ഒരു റിയൽമിയുടെ സ്മാർട്ട് ഫോൺ വേണമെന്നുള്ളവർക്കും നോക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. സോ ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 8+ 256GB ROM വേരിയൻറ്റ് 34,998 രൂപയ്ക്കാണ് വരുന്നത്. ഇത്രയും കൂടെ ഒന്ന് ബഡ്ജറ്റ് കൂട്ടാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. നിങ്ങൾ കുറച്ചും കൂടെ ഒരു ലോവസ്റ്റ് ബഡ്ജറ്റിൽ ഒരു റിയൽമിയുടെ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസിലൊക്കെ വെച്ച് വരുന്ന ഒരു റിയൽമിയുടെ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു Realme GT60 പരിഗണിക്കാവുന്നതാണ്. 60 അല്ല 60, എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അതൊരു ചളി അടിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് സംഭവം, ഇതാണ് അതിൻ്റെ ഒരു പ്രൈസ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് OnePlusൻ്റെതാണ്, OnePlus Nord 5. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ അത്യാവശ്യം ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധനവും പരിഗണിക്കാവുന്നതാണ്. ഒരു കിടിലം പെർഫോമൻസും അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും പിന്നെ ഒരു OnePlusൻ്റെ സ്മാർട്ട് ഫോൺ വേണമെന്നുള്ളവർക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. പിന്നെ അത്യാവശ്യം ഒരു നല്ല ബാറ്ററി കപ്പാസിറ്റി ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.83 ഇഞ്ചസിൻ്റെ 1.5K AMOLED ഡിസ്പ്ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. 144 Hzൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 3 ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം പെർഫോമൻസ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 8 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയും 50 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറയെന്നും ബാക്ക് ക്യാമറയെന്നും. സോ രണ്ട് ക്യാമറയെന്നും 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6800 mAhൻ്റെ ഒരു ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. ഔട്ട് ഓഫ് ദി ബോക്സ് Android 15 വരുന്നത്. IP65 റേറ്റിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെയാണ് വരുന്നത്. LPDDR5X-ഉം UFS 3.1 വരുന്നത്. സോ അത് കുഴപ്പമില്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കാവുന്നതാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. അത്യാവശ്യം ഒരു നല്ല ബാറ്ററി കപ്പാസിറ്റിയും ഒരു കിടിലം പെർഫോമൻസും അത്യാവശ്യം ഒരു നല്ല വീഡിയോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നെ ഒരു OnePlusൻ്റെ സ്മാർട്ട് ഫോണാണ്.
സോ ഈ സാധനത്തിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 8+ 256GB റോം വേരിയൻറ്റ് 31,999 ആണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം 29,999 വാങ്ങാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പോക്കോയുടേതാണ്, പോക്കോ F7. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു ബെസ്റ്റ് പെർഫോമൻസ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോക്കോ F7 പരിഗണിക്കാവുന്നതാണ്. ഒരു കിടിലം പെർഫോമൻസ് വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 128 1.5K AMOLED ഡിസ്പ്ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8s Gen 4 ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം പെർഫോമൻസ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്, പ്ലസ് 8 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയും 20 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6550 mAh ബാറ്ററിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 90 വാട്ട്സിൻ്റെ ടർബോ ചാർജിങ് ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം പെർഫോമൻസ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. പിന്നെ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു കിടിലം ലുക്കിലൊക്കെയാണ് വരുന്നത്. അപ്പം എടുക്കുകയാണെങ്കിൽ ഈ പറയുമ്പോൾ എന്തോന്ന് ഇതിൻ്റെ പേര് സൈബർ സിൽവർ എഡിഷൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പം ആ ഒരു സാധനം എടുക്കുക. അപ്പോൾ ഒരു പോക്കോ F7ൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 8+ 256GB റോം വേരിയൻറ്റ് 31,999 ആണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം 29,999 വാങ്ങാവുന്നതാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കിടിലം പെർഫോമൻസ് സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന സ്മാർട്ട് ഫോണാണ്. ഈ ഒരു ലിസ്റ്റിൽ ഉറപ്പായിട്ടും കാണുന്ന എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നമ്മുടെ iQൻ്റെ iQ Neo 10. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. ഒരു കിടിലം പെർഫോമൻസും ഒരു കിടിലം ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും അത്യാവശ്യം ഒരു നല്ല ബാറ്ററി ലൈഫും ഒക്കെ വെച്ച് വരുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. പിന്നെ iQൻ്റെ അറിയാമല്ലോ, ഓൾറെഡി ഗെയിമിങ്ങിനൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിൻ്റെ 1.5K ഫ്ലാറ്റ് AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. പിന്നെ പ്രോസസറിലേക്ക് വരുമ്പോൾ ഇവിടെ ഡുവൽ ചിപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8s Gen 4 പിന്നെ നമ്മുടെ iQൻ്റെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് Q1 നമ്മുടെ ഒരു ചിപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഡുവൽ ചിപ്സിലാണ് വരുന്നത്. സോ ഗെയിമിങ്ങിനൊക്കെ ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. OIS-ൻ്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഒരു 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡും 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 7000 mAh ഒരു കിടിലം ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 120 വാട്ട്സിൻ്റെ ഫ്ലാഷ് ചാർജറാണ്. ഔട്ട് ഓഫ് ദ ബോക്സ് 115 വരുന്നത്. പിന്നെ ബൈപ്പാസ് ചാർജിങ്ങും 7K അൾട്രാ VC കൂളിംഗ് സിസ്റ്റം ഒക്കെ കിട്ടുന്നുണ്ട്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് പെർഫോമൻസ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും ഈ ഒരു സാധനത്തിലും കിട്ടും. സോ ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 8+ 256GB റോം വേരിയൻറ്റ് 33,998 രൂപയ്ക്കാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം 31,498 രൂപയ്ക്ക് വാങ്ങാവുന്നതാണ്. സോ അല്പം ഒന്ന് ബഡ്ജറ്റ് കൂട്ടാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒരു iQ Neo 10 പരിഗണിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ iQ Neo 10R പരിഗണിക്കാവുന്നതാണ്. iQ Neo 10R നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൻ്റെ 8s Gen 3 പ്രോസസറാണ് കിട്ടുന്നത്. ഇതാണ് അതിൻ്റെ ഒരു പ്രൈസിങ്. സോ ഇതൊക്കെയാണ് 30,000 രൂപീസിന് താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിയാൽ സൈഡ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളാക്കി ഇടുക. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോയിൽ കാണും വരെ ബൈ.